Hi all, welcome back to the crash class for state student conducted by Archana Study Center. ഇന്ന് നമുക്ക് അരിതമെറ്റിക് സീക്വൻസിലെ സമ്മ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. സോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ്, കാൽക്കുലേറ്റ് ദ സം ഓഫ് അരിതമെറ്റിക് സീക്വൻസ്. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, അതിന് അരിതമെറ്റിക് സീക്വൻസ് സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ അരിതമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് n നമ്പേഴ്സ് എന്ന് പറയുന്നത് അരിതമെറ്റിക് സീക്വൻസിന്റെ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. സം ഓഫ് n ടേംസിന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ആൻഡ് l എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് അരിതമെറ്റിക് സീക്വൻസിന്റെ n നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഈ എക്സാമ്പിളിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/2 ആണ്, സെക്കൻഡ് ടേം 1 ആണ്, തേർഡ് ടേം 1.5 ആണ്, 2 അപ് ടു 12.5 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഈ സമ്മ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ ഫസ്റ്റ് ടേം അറിയാം. എഫ് എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ലാസ്റ്റ് ടേം അവർ തന്നിട്ടുണ്ട് 12 1/2 ആണ്. ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല? നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് തന്നിട്ടില്ല. സോ നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വേറൊരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടതാണ്. അതായത് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡി എന്താന്ന് അറിയണം. ഡി എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. ഇവിടുത്തെ ഇക്വേഷനിൽ കോമൺ ഡിഫറൻസ് എന്താണ് വരുന്നത്? ഡി ഈസ് ഈക്വൽ ടു 1 - 1/2. അരിതമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 1 - 1/2 അല്ലെങ്കിൽ 1.5 - 1 എന്താണ്? അത് ഹാഫ് ആണ് അല്ലെ. സോ കോമൺ ഡിഫറൻസ് ഇവിടെ വരുന്നത് ഹാഫ് ആണ്. ഓക്കെ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 12.5 ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഹാഫ് പ്ലസ് n-1 ഇൻറ്റു ഹാഫ് ഇങ്ങനെ കിട്ടും. ഓക്കെ, നമുക്ക് ഈ ഹാഫിന് എന്ത് ചെയ്യാം? ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ദെൻ ദിസ് ബിക്കം 12.5 മൈനസ് ഹാഫ് ഈക്വൽ ടു n-1 ഇൻറ്റു ഹാഫ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ 12.5 മൈനസ് ഹാഫ് എന്താണ്? 12 ആണ് അല്ലെ. 12 ഈക്വൽ ടു n-1 ഇൻറ്റു ഹാഫ് വരും. ഓക്കെ, ദെൻ ഈ 1/2 നമുക്ക് ഈക്വൽ ടുന്റെ ഇപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? ഇൻറ്റു 2 വരും അല്ലെ. 2 ഇൻറ്റു 12 ഈക്വൽ ടു n-1 വരും. 2 ഇൻറ്റു 12 എന്താണ്? 24 ആണ് അല്ലെ. 24 ഈക്വൽ ടു n-1. ദെൻ ഈ -1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? n is equal to 24 plus 1. Then this become 25. നമുക്ക് n 25 കിട്ടിയിട്ടുണ്ട്. n എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, സം ഓഫ് 25 ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്താണ്? ഹാഫ്, ലാസ്റ്റ് ടേം എന്താണ്? 12.5. ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ ദിസ് ബിക്കം 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 13 വരും. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 25 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 25 ഇൻറ്റു 13 എന്ന് പറയുന്നത് 325 ആണ്. ഡിവൈഡഡ് ബൈ 2 കിട്ടും. നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. 2ൽ 1 ടൈംസ് ആണ്, 12ൽ 6 ആണ്, 5ൽ 2 ടൈംസ് ആണ്. 162.5 ആണ് എന്ത് വരുന്നത്? സം ആയിട്ട് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 162.5 ആണ്. ഓക്കെ, മെത്തേഡ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് എ അരിതമെറ്റിക് സീക്വൻസ്. ഇവിടെ കുറച്ച് ടേംസ് അരിതമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിന്റെ 25 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് സമ്മിന്റെ ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതി നോക്കാം. സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്.
അല്ലെ? അപ്പൊ ഈ സീക്വൻസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? n ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 25 ടേംസ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ n 25 ആണ്. ഫസ്റ്റ് ടേം ഈ സീക്വൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും, എന്ത് കിട്ടും? 19 ആണ് നിങ്ങളുടെ ഫസ്റ്റ് ടേം. ലാസ്റ്റ് ടേം നമുക്ക് അറിയത്തില്ല. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് കോമൺ ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും, അല്ലെ? 28 മൈനസ് 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നത്? 9 ആണ്. 37 മൈനസ് 28 എന്ന് പറഞ്ഞാലും എന്താണ്? 9 ആണ്. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് 9 ആണെന്ന് അറിയാം. ഇനി നമുക്ക് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടേം കിട്ടും. അപ്പൊ നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19 ആണ്, പ്ലസ് n മൈനസ് 1, 25 മൈനസ് 1 ദാറ്റ് ഈസ് 24. 24 ഇൻറ്റു 9 കിട്ടും. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് ടേം കിട്ടും. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കി നോക്കാം. 24 ഇൻറ്റു 9 ചെയ്യുമ്പോൾ നമുക്ക് 216 കിട്ടും. ഓക്കെ, ദിസ് ബിക്കം 19 പ്ലസ് 216 എന്ന് പറയുന്നത് 235 ആണ്. ഓക്കെ, 235 ആണ് നമ്മുടെ ലാസ്റ്റ് ടേം. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം ആയ 19 പ്ലസ് ലാസ്റ്റ് ടേം നമുക്ക് കിട്ടിയിരിക്കുന്നത് 235 ആണ്. 235 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 254 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 2 കിട്ടും. നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ എന്ത് വരും? 1. ഇവിടെ എന്ത് വരും? 2 കിട്ടും. 27 ഇൻറ്റു 25 കിട്ടും. ദാറ്റ് ബിക്കം 3175 ആണ് നിങ്ങളുടെ ആൻസർ. That is sum of these terms is equal to 3175 ആണ് നിങ്ങളുടെ ആൻസർ. ക്ലിയർ ആണെന്ന് കരുതുന്നു. ജസ്റ്റ് കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. 2 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ചെയ്ത് നോക്കണം. ഓക്കെ.